നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടുവാൻ സാധ്യമാണ്. അതായത് ഈ ലോ ഓഫ് അട്രാക്ഷൻ, മാനിഫെസ്റ്റേഷൻ ഇതൊക്കെ ശരിക്കും വർക്ക് ചെയ്യുന്ന കാര്യങ്ങളാണോ? അതോ ഇതൊക്കെ ഓരോ ടെക്നിക്കുകൾ എന്ന് പറയുന്നു എന്നല്ലാതെ ഇതിലൊന്നും വലിയ കാര്യമില്ല. അങ്ങനെയൊക്കെയാണോ നിങ്ങളുടെ ചിന്ത? മാനിഫെസ്റ്റേഷൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടപ്പിലാവുക, അത്ഭുതകരമായി പല കാര്യങ്ങളും നടക്കുക. ഇതൊക്കെ യഥാർത്ഥത്തിൽ ശരിയായിട്ടുള്ള കാര്യം തന്നെയാണ്. എന്നാൽ ലോ ഓഫ് അട്രാക്ഷൻ, മാനിഫെസ്റ്റേഷൻ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടപ്പിലാവുക, നമ്മുടെ സ്വപ്നങ്ങളൊക്കെ അത്ഭുതകരമായിട്ട് നേടുവാൻ സാധിക്കുക. ഇതൊക്കെ ലോകത്തിൽ നടക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. പരിപൂർണമായിട്ടും നടക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കും, അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് എൻ്റെ കാര്യത്തിൽ അത് നടക്കുന്നില്ല? ഞാൻ എന്തെല്ലാം മാനിഫെസ്റ്റേഷൻ ടെക്നിക്കുകൾ ചെയ്തു, ലോ ഓഫ് അട്രാക്ഷൻ ടെക്നിക്കുകൾ ചെയ്തു, ആഗ്രഹിച്ചു ഓരോ കാര്യങ്ങൾ നേടുന്നതിന്, ലക്ഷ്യങ്ങൾ നേടുന്നതിന്, വിജയിക്കുന്നതിന്, സ്വപ്നങ്ങൾ നേടുന്നതിനൊക്കെ ഞാൻ പലതവണ ശ്രമിച്ചു. പക്ഷെ ഒന്നും നടന്നില്ല. അപ്പം ഇങ്ങനെ ഇതൊക്കെ ഈ മാനിഫെസ്റ്റേഷനും അല്ലെങ്കിൽ ലോ ഓഫ് അട്രാക്ഷനൊക്കെ നടക്കുന്നു എന്ന് പറയുന്നത്. എന്നാൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു ചെറിയ സെൽഫ് ഇവാലുവേഷൻ ഒന്ന് നടത്തി നോക്കൂ. ഒരു പരിശോധന, ആത്മപരിശോധന. അങ്ങനെ നിങ്ങൾ നടത്തി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാൻ സാധിക്കും നിങ്ങളുടെ ജീവിതത്തിൽ നടന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ബോധപൂർവമോ അബോധപൂർവമോ ചിന്തിച്ച് കൂട്ടിയുടെ ആ ചിന്തകളുടെ ഫലമായിട്ടാണ്. ഇപ്പോഴെപ്പോഴും ദുഃഖവും, എപ്പോഴും കഴിഞ്ഞ കാലത്തെ പരാജയത്തെക്കുറിച്ചും കഴിഞ്ഞ കാലത്തിലുണ്ടായിട്ടുള്ള റിജക്ഷൻസിനെ കുറിച്ചൊക്കെ നിങ്ങൾ ഒരുപാട് ചിന്തിച്ച് കൂട്ടിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ അത്തരത്തിലുള്ള അനുഭവങ്ങളും നിങ്ങൾക്കുണ്ടായിക്കൊണ്ടിരിക്കും. എന്നാൽ നിങ്ങളുടെ ജീവിതത്തിലുണ്ടായിട്ടുള്ള വിജയങ്ങൾ അവയൊന്ന് ആത്മപരിശോധന നടത്തി കഴിഞ്ഞാൽ അതിന് പിന്നിൽ നമ്മളത് ആഗ്രഹിച്ചിട്ടുമുണ്ട്, അതിനുവേണ്ടി പ്രയത്നിച്ചിട്ടുണ്ട്, അതിനുവേണ്ടി പലതവണ മനസ്സിൽ ഫീൽ ചെയ്യുകയും പോസിറ്റീവായിട്ട് ചിന്തിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മൾ പലപ്പോഴും ആ കാര്യങ്ങളൊക്കെ മറന്നു പോയിട്ടുണ്ടാവും. അപ്പോൾ യാഥാർത്ഥ്യം ഇതാണ്, നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നമുക്ക് നേടുവാൻ സാധിക്കും. മാനിഫെസ്റ്റേഷൻ ഒരു യാഥാർത്ഥ്യമാണ്. ലോ ഓഫ് അട്രാക്ഷൻ ശരിക്കും വർക്ക് ചെയ്യുന്നു. അപ്പോൾ നമുക്കെങ്ങനെ ഈ ലോ ഓഫ് അട്രാക്ഷനൊക്കെ ഉപയോഗിച്ച് നമ്മുടെ ആഗ്രഹങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കും? നമ്മൾ ആഗ്രഹിക്കുന്ന പോലെയുള്ള കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ നേടുവാൻ സാധിക്കും. ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അത്ഭുതകരമായി പല കാര്യങ്ങളും നമുക്ക് നേടിയെടുക്കുവാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ടെക്നിക്സൊക്കെ പ്രയോഗിച്ചിട്ട് ഫലം കിട്ടിയില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം അവ വർക്ക് ചെയ്യുന്നില്ല എന്നല്ല. അവിടെ എന്തോ ഒരു പ്രതിസന്ധി, എന്തോ ബ്ലോക്കുകൾ നിങ്ങളുടെ മനസ്സിലുണ്ട്. അത് ക്ലിയർ ചെയ്ത് കഴിഞ്ഞ് ഇത്തരത്തിലുള്ള ടെക്നിക്സൊക്കെ നിങ്ങൾ പ്രയോഗിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിലും അത്ഭുതകരമായിട്ടുള്ള മാറ്റങ്ങൾ സംഭവിക്കുകയും അത്ഭുതകരമായി പല കാര്യങ്ങളും നടക്കുകയും ചെയ്യും. അതിൻ്റെ അർത്ഥം നമ്മളൊന്നും ചെയ്യാതെ വെറുതെ കണ്ണടച്ച് നമ്മൾ ആഗ്രഹത്തെ ഓർത്തിരുന്നാൽ മതി എന്നല്ല. നമ്മൾ ഇത്തരം ടെക്നിക്കുകളൊക്കെ ഉപയോഗിക്കുകയും വിഷ്വലൈസേഷനും അഫർമേഷനും ഒക്കെ ഉപയോഗിക്കുകയും അതോടൊപ്പം തന്നെ നമുക്ക് ചെയ്യേണ്ട കർമ്മങ്ങൾ, പ്രവർത്തികൾ നമ്മൾ ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ ഒരു സമയത്തിനുള്ളിൽ നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടുവാൻ സാധിക്കും. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് നടക്കാത്തത്? എന്തൊക്കെയാണ് അതിൻ്റെ ബ്ലോക്കുകൾ? അതിന് നമ്മൾ എന്തൊക്കെ പരിഹാരങ്ങൾ? അത്തരത്തിൽ കാര്യങ്ങളൊക്കെ ഞാനൊന്ന് ഷെയർ ചെയ്യാം. നിങ്ങൾ വ്യക്തമായിട്ട് കേട്ടിരിക്കുക. അത് നിങ്ങളുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യുക. അങ്ങനെ നിങ്ങൾ ചെയ്യുമ്പോൾ ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാൻ സാധിക്കും. ജീവിതത്തിൽ വളരെ സന്തോഷവും സംതൃപ്തിയും നമുക്ക് അനുഭവപ്പെടുകയും ചെയ്യും. പലപ്പോഴും നമ്മുടെ ആഗ്രഹങ്ങൾ അതിനു വേണ്ടി നമ്മൾ ശ്രമിച്ച് നമുക്ക് അത് നേടുവാൻ വരാതിരിക്കുമ്പോഴാണ് കൂടുതൽ സങ്കടവും വിഷമമൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ പ്രശ്നക്കാരൻ ആഗ്രഹങ്ങളല്ല, അതിനു വേണ്ടിയിട്ടുള്ള ശരിയായ അലൈൻമെൻറ്റ്, തിങ്കിങ് പാറ്റേൺ, പ്രവർത്തനങ്ങൾ ഇവയുടെ കുറവ് കൊണ്ടാണ്. അതുകൊണ്ട് നമുക്ക് ആഗ്രഹിക്കാം. അതിൽ തെറ്റൊന്നുമില്ല. നല്ല ആഗ്രഹങ്ങൾ വേണം. ആഗ്രഹങ്ങൾ വേണം. കുറേ ആഗ്രഹങ്ങളൊക്കെ നമുക്ക് നേടിയെടുക്കണം. അപ്പോഴേ നമ്മുടെ ജീവിതത്തിനൊരു സംതൃപ്തിയും ജീവിതത്തിലൊരു ത്രില്ലും നമുക്ക് ജീവിതം ജീവിച്ചു എന്ന തോന്നലൊക്കെ ഉണ്ടാവുകയുള്ളൂ. മറ്റത് കുറേ നിരാശയും കുറേ തോൽവികളും കുറേയൊക്കെ ആഗ്രഹിച്ചു. ഒന്നും നടന്നില്ല. ഇനിയൊന്നും ആഗ്രഹിക്കാൻ പോകണ്ട. ആഗ്രഹങ്ങളാണ് ദുഃഖത്തിന് കാരണം എന്നൊക്കെയുള്ള ചിന്താഗതി വെച്ച് നമ്മൾ പുലർത്തുന്നു. ആഗ്രഹങ്ങൾ വേണം. എഫേർട്ട് എടുക്കണം.
ചെറിയ ചെറിയ പരാജയങ്ങളൊക്കെ വേണം. വീണ്ടും ശ്രമിക്കണം. അങ്ങനെ ചില ചില ആഗ്രഹങ്ങളൊക്കെ നമ്മൾ നേടണം. അപ്പോഴാണ് ജീവിതം ശരിക്കും ഒരു ജീവിതം എന്ന് നമുക്ക് വിളിക്കാൻ സാധിക്കുകയുള്ളൂ. അല്ലാത്തിടത്തോളം നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്ത് ജീവിതം, ഇങ്ങനെയൊക്കെ പോകുന്നു എന്ന ഒരു നിരാശയോടു കൂടെ ആയിരിക്കും നമ്മൾ ജീവിതം ജീവിച്ച് തീർക്കുന്നത്. അപ്പോൾ അങ്ങനെ നിരാശയിൽ ജീവിക്കാനല്ല നമുക്ക് ജീവിതം നൽകിയിരിക്കുന്നത്. നമ്മുടെ ബ്രെയിനിൻ്റെ കപ്പാസിറ്റി, നമ്മുടെ മനസ്സിൻ്റെ ശക്തി, ഇതൊക്കെ നമുക്ക് നൽകിയിരിക്കുന്നത് നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ നിറവേറ്റി ഈ ലോകത്തിനെയും നമുക്ക് ബന്ധപ്പെട്ട ആളുകളെയും നമ്മളെയും ഒക്കെ സെർവ് ചെയ്യുക, സേവിക്കുക, കോൺട്രിബ്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ്. അതുകൊണ്ട് നല്ല ആഗ്രഹങ്ങൾ വെച്ച് പുലർത്താം, അതിനുവേണ്ടി ശ്രമിക്കാം, അതിനു വേണ്ട ചില കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കുകയും ചെയ്യാം. അപ്പോൾ മാനിഫെസ്റ്റേഷൻ വർക്ക് ചെയ്യുന്നതിൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയാം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പോസിറ്റീവായിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ് എപ്പോഴും സൂക്ഷിക്കുക എന്നുള്ളത്. നിങ്ങൾക്ക് തന്നെ ശ്രദ്ധിച്ചാൽ അറിയാം, നല്ല വിജയങ്ങളൊക്കെ നേടുന്ന ആളുകളൊക്കെ എപ്പോഴും വളരെ പോസിറ്റീവായിരിക്കും. വിജയം എന്ന് ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ സാമ്പത്തികമായിട്ടുള്ള വിജയം, ആരോഗ്യം, നല്ല ബന്ധങ്ങൾ, അങ്ങനെ എല്ലാ തരത്തിലും വിജയം നേടുന്ന ആളുകളെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവർ എപ്പോഴും വളരെ വൈബ്രൻ്റ് ആയിരിക്കും. അവരുടെ മുഖത്ത് എപ്പോഴും ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് ഉണ്ടാവും. എപ്പോഴും ഒരു ഹാപ്പിനെസ് അവരുടെ മുഖത്തുണ്ടാവും. ഒരു പക്ഷേ അയാൾ ചിരിച്ചില്ലെങ്കിൽ കൂടിയിട്ടും അവരുടെ ആ പോസിറ്റീവ് ഓറ അല്ലെങ്കിൽ ആ പോസിറ്റീവ് എനർജി നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ ഇതെങ്ങനെ സംഭവിക്കുന്നു? ഇത് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ നടക്കുന്ന ആ ചിന്തകളുടെ ഫലമായിട്ടാണ് ഈ ഒരു പോസിറ്റിവിറ്റി അദ്ദേഹത്തിന് ലഭിക്കുന്നത്. എന്നാൽ പരാജയവും കൂടുതൽ റിജക്ഷൻസും എല്ലാ തരത്തിലും സാമ്പത്തികമായിട്ടൊക്കെ തകർന്ന് തളർന്നിരിക്കുന്ന ആളുകളെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവരുടെ മുഖത്ത് എപ്പോഴും വളരെ സീരിയസ് ആയിട്ടുള്ളൊരു ഫേസ് ആയിരിക്കും. നമ്മൾ അവരെ കുറ്റപ്പെടുത്തുകയല്ല, പക്ഷേ അവരുടെ അവസ്ഥ, അവരുടെ തിങ്കിങ് പാറ്റേൺ എന്താണ് എന്നുള്ളതൊന്ന് പരിശോധിക്കുകയാണ്. അവർക്ക് ആരെ കണ്ടു കഴിഞ്ഞാൽ എപ്പോഴും മുഖത്ത് വളരെ സീരിയസ് ആയിട്ട്, വളരെ ദുഃഖത്തോടെ, ഇനി അവർ തന്നെ അവരുടെ മുഖം ഒരു കണ്ണാടിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര സീരിയസ് ആയിട്ട്, മുഖം ഭയങ്കര ദേഷ്യത്തിൽ, സങ്കടത്തിൽ, ഡിസപ്പോയിൻമെൻറ്റിലൊക്കെ ഉള്ളൊരു മുഖമായിരിക്കും. ഇനിയിപ്പോൾ ആ വ്യക്തി ഒന്ന് മനഃപൂർവ്വം ചിരിക്കാൻ ശ്രമിച്ചാൽ പോലും ആ കാണുന്ന ആൾക്ക് മനസ്സിലാവും ഇദ്ദേഹം ഒരു കൃത്രിമ ചിരിയാണ് ചിരിക്കുന്നതെന്ന്. അപ്പോൾ അത്തരം മുഖഭാവമുള്ള വ്യക്തികൾ കണ്ടു കഴിഞ്ഞാൽ അറിയാം അവരുടെ മനസ്സിൽ അവരുടെ ജീവിതത്തിലെ പ്രതിസന്ധികളെക്കുറിച്ചും തോൽവികളെക്കുറിച്ചും ഒക്കെ ചിന്തിച്ചു കൂട്ടി, അബോധ മനസ്സിലും ബോധ മനസ്സിലൊക്കെ ചിന്തിച്ചു കൂട്ടി അത്തരം ചിന്തകളാൽ നിരാശയും ദുഃഖങ്ങളും ഒക്കെ പേറിയിട്ടാണ് അദ്ദേഹം പോകുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. എന്നാൽ വിജയുടെ മുഖഭാവം അതിന് നേരെ ഓപ്പോസിറ്റുമായിരിക്കും. അദ്ദേഹത്തിൻ്റെ ചിന്തകൾ എപ്പോഴും പോസിറ്റീവ്, എല്ലാ കാര്യങ്ങളും നടക്കുന്നു, ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നടക്കുന്നു, എല്ലാ തരത്തിലും വിജയിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും അത്തരം ചിന്തകളാണ് ഉണ്ടായിരിക്കുക, അത് നമ്മുടെ മുഖത്ത് റിഫ്ലക്റ്റ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ മുഖം മനസ്സിൻ്റെ കണ്ണാടി എന്ന് പറയുന്നത് ഒരു യഥാർത്ഥത്തിലുള്ള ഒരു കാര്യമാണ്. നമ്മളുടെ മുഖഭാവം എപ്പോഴും വളരെ പ്ലസൻ്റായിട്ട്, അല്ലെങ്കിൽ അത്തരം വ്യക്തികളെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, പ്ലസൻ്റ് ആയിട്ടുള്ള മുഖഭാവമുള്ള ആളുകൾ അവർ വിജയിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളായിരിക്കും. അവർ പുഞ്ചിരിച്ചോളണമെന്നില്ല, ചിലപ്പോൾ അവർ പുഞ്ചിരിക്കും, പക്ഷേ അവരുടെ എനർജി നമുക്ക് ഫീൽ ചെയ്യാൻ സാധിക്കും നമ്മൾ ശരിക്കും നിരീക്ഷിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ നമുക്കും ഇങ്ങനെ പോസിറ്റീവായിട്ട് ചിന്തിക്കുവാൻ സാധിക്കും. നിങ്ങളുടെ സാഹചര്യം എന്തൊക്കെയാണെങ്കിലും പോസിറ്റീവായിട്ട് എപ്പോഴും ചിന്തിച്ച് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കും അത്തരത്തിലുള്ള മുഖഭാവവും അത്തരം എനർജിയും ലഭിക്കും. അങ്ങനെ നമുക്ക് വിജയത്തിൻ്റെ ആ ഒരു വൈബ്രേഷനിലെത്താനും വിജയത്തിലുള്ള വൈബ്രേഷന് എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ വിജയത്തെ നമ്മളിലേക്ക് അടുപ്പിക്കുവാൻ, അല്ലെങ്കിൽ നമ്മുടെ ലക്ഷ്യത്തെ പെട്ടെന്ന് നേടുവാൻ നമുക്ക് സാധിക്കുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ഈ വളരെ ഹാപ്പി ആവുവാൻ, നല്ല ചിന്തകൾ ചിന്തിക്കുവാൻ, വളരെ സന്തോഷമുള്ള ചിന്തകൾ ചിന്തിക്കുവാനൊക്കെ ബോധപൂർവം ശ്രമിച്ച് 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 നമ്മുടെ ഉപബോധ മനസ്സും അതിനെ അംഗീകരിക്കും. ഇത്രയും കാലം നമ്മൾ നിരാശയായിട്ടുള്ള ചിന്തകൾ, ദുഃഖം ഉണ്ടാക്കുന്ന ചിന്തകൾ, പരാജയത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ, നമ്മളെ മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്ത് ഞാൻ എവിടെയും എത്തിയില്ലല്ലോ എന്ന തരത്തിലുള്ള ചിന്തകൾ, ഇങ്ങനെയൊക്കെ ചിന്തിച്ച് നമ്മൾ കൂട്ടി. അതുകൊണ്ട് എന്തെങ്കിലും ഫലം കിട്ടിയോ? ഇല്ല. ഫലം കിട്ടിയില്ല എന്നുമല്ല, മാത്രമല്ല നമ്മൾ വളരെ ഓപ്പോസിറ്റായിട്ട് വീണ്ടും താഴത്തേക്ക് 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 പോയിക്കൊണ്ടേയിരിക്കുന്നു. അപ്പോൾ അതിനൊരു തടയിടണമെങ്കിൽ നമ്മൾ ബോധപൂർവം ഓരോ ദിവസവും ഓരോ നിമിഷവും നല്ല ചിന്തകളെ കൊണ്ട് മനസ്സ് നിറയ്ക്കുക. നമുക്ക് ലഭിച്ചിരിക്കുന്ന ജീവിതത്തിൽ ലഭിച്ചിരിക്കുന്ന ഒരുപാട് നല്ല കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുക. അതിൽ എപ്പോഴും സന്തോഷവാനായിരിക്കുക. അതിൽ നന്ദി പറയുക ദൈവത്തിനോട്.
അതുപോലെ ആ, നമുക്ക് ചെറിയ ചെറിയ കൊച്ചു വിജയങ്ങൾ കഴിഞ്ഞ കാലത്തിൽ ഇപ്പോഴൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ഓർക്കുക. മനസ്സിൽ സന്തോഷം സൃഷ്ടിക്കുക. അങ്ങനെ മനസ്സിൻ്റെ ഉള്ളിൽ ചിരി പടർത്തെ. മനസ്സിൻ്റെ ഉള്ളിൽ ചിരി പടരുമ്പോൾ അത് മുഖത്തേക്കും റിഫ്ലക്റ്റ് ചെയ്യും. അങ്ങനെ നമ്മൾ പോസിറ്റീവ് വൈബ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക. പിന്നെ പലപ്പോഴും ഈ പരാജയത്തിലേക്ക് പോകുന്ന ആളുകൾ, അല്ലെങ്കിൽ പലതരത്തിലുള്ള പ്രതിസന്ധികൾ നേരിടുന്ന ആളുകൾക്കൊക്കെ വിജയിച്ച ആളുകളെ കാണുമ്പോൾ എപ്പോഴും ഉള്ളിലൊരു ദേഷ്യമായിരിക്കും. അത് അവരറിയാതെ വരുന്നതാണ്. കാരണം ഞാനും ഇവനെ പോലുള്ള ഒരു മനുഷ്യൻ, ഒരുപക്ഷെ അവനേക്കാളും കഴിവ് എനിക്കുണ്ട്. ഞാൻ നന്നായിട്ട് കഠിനാധ്വാനം ചെയ്യുന്നു. പക്ഷേ അവൻ കണ്ടോ വിജയിച്ചു പോകുന്നു. ഞാൻ വളരെ മോശമായിട്ടാണല്ലോ പോകുന്നത് എന്ന ഒരു ചിന്ത അദ്ദേഹം അറിയാതെ ഉള്ളിൽ വരുന്നതുകൊണ്ടാണ് ആ ഒരു ദേഷ്യം ഒക്കെ അറിയാതെ അവർ വരുന്നത്. അപ്പോൾ നമ്മൾ നമ്മളെക്കാളും ഉയർന്ന ആളുകളെ കാണുമ്പോൾ, സാമ്പത്തികമായ മറ്റു ഏത് മേഖലയിലും വിജയിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളെ കാണുമ്പോൾ മനസ്സുകൊണ്ട് അവരെ ബ്ലസ് ചെയ്യുക. ഇനിയും ഇവർക്ക് കൂടുതൽ സമ്പത്തും അഭിവൃദ്ധിയും ഉണ്ടായിക്കൊണ്ടിരിക്കട്ടെ എന്ന് നമ്മൾ ബോധപൂർവം പറയുക. മനസ്സുകൊണ്ട് പറയുന്നത് എന്തായിരിക്കും? നമ്മൾ അറിയാതെ പറയുന്ന ചിന്തകൾ, അവന് ഇങ്ങനെ മുന്നോട്ട് പോകണ്ട, അവർ ഇങ്ങനെയൊന്നും ആവരുത്, എന്നേക്കാൾ ഉയരാൻ പാടില്ല എന്നൊരു അബോധ മനസ്സുള്ള അറിയാതൊരു ചിന്ത. അതാണ് സാധാരണഗതിയിൽ നടക്കുന്നത്. അതിനെ തടയിടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? മനസ്സുകൊണ്ട് ഇവർക്ക് ഇനി വീണ്ടും വളർച്ച ഉണ്ടാവട്ടെ, നല്ല കാര്യങ്ങൾ സംഭവിക്കട്ടെ, അദ്ദേഹത്തിന് കൂടുതൽ പുരോഗതിയും ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ സംഭവിക്കട്ടെ എന്ന് മനസ്സുകൊണ്ട് നമ്മൾ ബ്ലസ് ചെയ്യുക. അപ്പോൾ നമ്മൾ വഴിയിൽ ആരൊക്കെ കാണുന്നുവോ മനസ്സുകൊണ്ട് അവർക്ക് നല്ലത് വരട്ടെ എന്ന് ചിന്തിക്കുക. അങ്ങനെ നമ്മൾ ചിന്തിക്കുകയും മനസ്സുകൊണ്ട് പറയുകയും പിന്നെ നമ്മൾ അവരോടൊക്കെ സംസാരിക്കുമ്പോൾ നിങ്ങൾ നല്ല വിജയിച്ചിരിക്കുന്നത് കാണുമ്പോൾ സന്തോഷമുണ്ട്, ഇനിയും കാര്യങ്ങൾ ഉയരങ്ങളിലെത്തട്ടെ, നിങ്ങൾ കഴിവുള്ളവരാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അവരെ മനസ്സുകൊണ്ട് അപ്രീഷിയേറ്റ് ചെയ്യുക. അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ സംസാരത്തിലൂടെ അപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ നമ്മളെ തന്നെ ഉയർത്തിക്കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അതിന് പകരം നമ്മൾ മറ്റുള്ള ആളുകളുടെ വലിയ വീട് കാണുന്നു, കാറ് കാണുന്നു, അവരുടെ നമ്മളെ മുന്നിലൂടെ നല്ല രീതിയിൽ നല്ല വസ്ത്രമൊക്കെ ധരിച്ചു പോകുമ്പോൾ നമ്മുടെ മനസ്സിൽ മോശമായിട്ടുള്ള ചിന്തകളാണ് അവരെക്കുറിച്ച് ഉണ്ടാകുന്നതെങ്കിൽ അത് നമ്മളെ തന്നെ നമ്മൾ തളർത്തുകയാണ്. അപ്പോൾ നമ്മുടെ വൈബ്രേഷൻ ഉയർത്തുക എന്നതാണ് നമ്മുടെ ലക്ഷ്യമെങ്കിൽ നമ്മൾ മറ്റുള്ള ആളുകളുടെ നല്ല കാര്യങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചു കൊണ്ടേയിരിക്കുക. അങ്ങനെ നമ്മുടെ വൈബ്രേഷൻ ഉയർന്നു വരും. നമ്മൾ ഉള്ളിൽ പോസിറ്റീവായി മാറാൻ തുടങ്ങും. അങ്ങനെ ഉള്ളിൽ പോസിറ്റീവായിട്ട് മാറുന്ന സമയത്ത് നമ്മുടെ മനസ്സിലും നമ്മുടെ മുഖത്തും അത് റിഫ്ലക്റ്റ് ചെയ്യും. ഇത് നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങളെ നേടിയെടുക്കുന്നതില്ല, പോസിറ്റീവ് വൈബ്രേഷൻ നൽകുന്നതായിരിക്കും. അപ്പോൾ എപ്പോഴും നമ്മൾ പോസിറ്റീവായിട്ട് നമ്മുടെ ഉള്ളിനെ ക്ലീൻ ചെയ്ത് ഉയർത്തിക്കൊണ്ടുവരിക. പിന്നെ അതുപോലെ തന്നെ ഇടയ്ക്ക് നമ്മളെ മുഖമൊക്കെ ഒന്ന് നോക്കി കണ്ണാടിയിലൊക്കെ നോക്കി നമ്മളെ തന്നെ അപ്രീഷിയേറ്റ് ചെയ്യുക. നല്ല വസ്ത്രങ്ങൾ ധരിക്കുക. നമ്മളെ തന്നെ പ്രോത്സാഹിപ്പിക്കുക. ഇങ്ങനെ ചെയ്യുന്ന സമയത്തൊക്കെ ഇതൊക്കെ നിരന്തരം നമ്മൾ ചെയ്യുമ്പോൾ പോസിറ്റീവ് എനർജി കൂടിക്കൊണ്ടേയിരിക്കും. അതുപോലെ തന്നെ കഴിഞ്ഞ കാലത്തിലുള്ള പല പരാജയങ്ങൾ, പ്രശ്നങ്ങൾ, അതുമായിട്ട് ബന്ധപ്പെട്ട ഇമോഷൻസ് ഒക്കെ ഉണ്ടാവും. അതൊക്കെ നമുക്ക് റിലീസ് ചെയ്തെടുക്കുവാൻ സാധിക്കും. ഇപ്പോൾ നമ്മുടെ ബിയോണ്ട് ലിമിറ്റ്സിൻ്റെ ക്ലാസ്സുകളുണ്ട്, രാവിലെ ഫ്രീ ആയിട്ടുള്ള ക്ലാസ്സുകൾ. അതിലൊക്കെ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം. അതിലെ മെഡിറ്റേഷൻ, അതുപോലെ അതിലെ ക്ലാസ്സുകൾ, പോസിറ്റീവ് എനർജി ഡെവലപ്പ് ചെയ്യുന്ന ക്ലാസ്സുകളൊക്കെ ഉണ്ടാവും. അതൊക്കെ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം. അതുപോലെ തന്നെ ബിയോണ്ട് ലിമിറ്റ്സ് പെയ്ഡ് ക്ലാസ്സുകളും നടത്തുന്നുണ്ട്. ഇപ്പോൾ അടുത്ത തിങ്കളാഴ്ച നമ്മൾ ഒരു പെയ്ഡ് ക്ലാസ്, റീപ്രോഗ്രാം യുവർ മൈൻഡ് എന്ന 10 ദിവസത്തെ ക്ലാസ് ആരംഭിക്കുകയാണ്. അപ്പോൾ അതിലൊക്കെ നിങ്ങൾക്ക് പങ്കെടുക്കാം. അപ്പോൾ അങ്ങനെയൊക്കെ പങ്കെടുത്ത് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോഴേ ഇതൊക്കെ ക്ലിയർ ചെയ്ത് പോവുകയുള്ളൂ. അപ്പോൾ നമ്മുടെ ഉള്ളിലുള്ള കുറേ നെഗറ്റിവിറ്റീസും കാര്യങ്ങളൊക്കെ റിലീസ് ചെയ്ത് നമുക്ക് എപ്പോഴും പോസിറ്റീവായിട്ടുള്ള ആ ഒരു എനർജി സൂക്ഷിക്കുവാനും അങ്ങനെ നമ്മുടെ വൈബ്രേഷൻ ഹൈ ആയി നിലയിൽ നിൽക്കുകയും ചെയ്യും. അപ്പോൾ ഇതിനൊക്കെ നമ്മൾ ശ്രമിക്കണം. നമ്മളതിനു വേണ്ടി മെനക്കെടണം. നമ്മളതിനു വേണ്ടി തയ്യാറെടുത്ത് നമ്മൾ നമ്മുടെ സമയവും ഒക്കെ ഉപയോഗിച്ച് അതിനുവേണ്ടി ശ്രമിക്കണം. അങ്ങനെ ശ്രമിക്കുമ്പോൾ കുറച്ച് കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നിങ്ങളുടെ മാറ്റം നിങ്ങൾക്ക് അനുഭവപ്പെടും. പക്ഷേ ഇതൊക്കെ നമ്മളിങ്ങനെ കേട്ട് ഓക്കെ, അതൊന്നും ശരിയാവില്ല, അങ്ങനെ സംശയത്തോടെ ഇരിക്കുകയാണെങ്കിൽ ഈ കാര്യങ്ങളൊന്നും നടക്കുവാനും പോകുന്നതല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളെ പോസിറ്റീവാക്കി നിലനിർത്തുക എന്നുള്ളതാണ് ലോ ഓഫ് അട്രാക്ഷൻ മാനിഫെസ്റ്റേഷൻ വർക്ക് ചെയ്യുന്നതിന് ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത്. അതിലൊരു വിട്ടുവീഴ്ചയും നമ്മൾ വരുത്തേണ്ടതില്ല. ഇപ്പോൾ നിങ്ങൾക്കറിയാം, നിങ്ങൾ കഴിഞ്ഞ കാലത്തെക്കുറിച്ച് ഓർത്ത് എപ്പോഴും കരഞ്ഞിരുന്ന, അയ്യോ ഇങ്ങനെ സംഭവിച്ചു, ഇങ്ങനെ സംഭവിച്ചു, ജീവിതം മൊത്തം പ്രശ്നം, ഇങ്ങനെ കുറേ കാലം കരഞ്ഞിരുന്നില്ലേ? എന്തെങ്കിലും ഗുണം കിട്ടിയോ? ഇല്ല. മറിച്ച് ദോഷമേ കിട്ടിയിട്ടുള്ളൂ. അത് കൂടുതൽ നമ്മളെ വീക്കാക്കുന്നു. ശാരീരികമായിട്ടും മാനസികമായിട്ടും കൂടുതൽ അസ്വസ്ഥതയും പ്രശ്നങ്ങളും വന്നിട്ടേ ഉള്ളൂ. എന്നാൽ
നമ്മൾ അതിൽ നിന്ന് മാറി നമ്മൾ റിയാലിറ്റി എന്തോ ആയിക്കൊള്ളട്ടെ, അതിനെ മൈൻഡ് ചെയ്യാതെ നമ്മൾ എപ്പോഴും വളരെ ഹാപ്പി ആയിട്ട് പോസിറ്റീവായിരിക്കാൻ നമ്മൾ പരമാവധി ശ്രമിച്ച് 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 നമ്മൾ 24 മണിക്കൂറും പോസിറ്റീവായിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തും. ആ ഒരു അവസ്ഥയിലിരിക്കുമ്പോൾ എല്ലാം സാധ്യമാണ്. പ്രതിസന്ധികൾ വന്നു കഴിഞ്ഞാൽ അതിനെ വളരെ ഈസി ആയിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ആ ഒരു തലത്തിലേക്ക് നമുക്ക് ഉയരണം. അപ്പോൾ ആ ഒരു തലത്തിലേക്ക് ഉയരണമെങ്കിൽ നമ്മൾ കുറച്ച് കാലം ശ്രമിച്ചുകൊണ്ടേയിരിക്കണം. കാരണം വർഷങ്ങളായിട്ട് നമ്മൾ നെഗറ്റീവായിട്ട് നമ്മുടെ തിങ്കിങ് പാറ്റേൺ പ്രോഗ്രാം ചെയ്തിരിക്കുന്നു. അതിൽ നിന്ന് മാറി മനസ്സിനെ പോസിറ്റീവ് ആകുന്നതിന് വേണ്ടി പ്രോഗ്രാം ചെയ്യുക. എങ്കിൽ ജീവിതം നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടുവരും. അപ്പോൾ പോസിറ്റീവായിട്ട് ഇരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഇനി മറ്റൊന്ന്, നമ്മുടെ ശ്രദ്ധ. ഈ ശ്രദ്ധ ശരിയല്ലെങ്കിൽ, ശ്രദ്ധ ഫോക്കസ്ഡ് അല്ലെങ്കിൽ, നമ്മൾക്ക് ആഗ്രഹമുള്ള കാര്യങ്ങളിലേക്കല്ല നമ്മുടെ ശ്രദ്ധ എങ്കിൽ, നമുക്ക് ആഗ്രഹമില്ലാത്ത കാര്യങ്ങൾ നമ്മിലേക്ക് വന്നുകൊണ്ടിരിക്കും. വേർ അറ്റൻഷൻ ഗോസ് എനർജി ഫ്ലോസ് എന്നാണ് പറയുന്നത്. നമ്മുടെ ശ്രദ്ധ എവിടേക്കാണോ അവിടേക്കാണ് നമ്മുടെ എനർജി ഫ്ലോ ചെയ്യുന്നതും കാര്യങ്ങൾ അവിടെ നമുക്ക് അനുകൂലമായി മാറുന്നതും. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഒരു ദിവസത്തിൽ നിങ്ങളുടെ ശ്രദ്ധ ഏതൊക്കെ ഭാഗങ്ങളിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്? നമുക്ക് കുറേ ന്യൂസുകളുണ്ട്, അതിലേക്ക് ശ്രദ്ധ പോകുന്നു. സോഷ്യൽ മീഡിയ, അതിലെ കുറേ തർക്കങ്ങൾ കാണുന്നു. പിന്നെ നമുക്ക് നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആളുകളോ അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളോ അവരുടെ കൂടെ ഇരുന്ന് കുറേ മറ്റുള്ള ആളുകളെക്കുറിച്ച് കുറ്റം പറയുകയോ, സമൂഹത്തിലെ മറ്റു കുറേ കാര്യങ്ങളെക്കുറിച്ച് പറയുകയോ, ലോകത്തിൽ നടക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് പറയുകയോ, അങ്ങനെ അതിലേക്ക് കുറച്ച് ശ്രദ്ധ. പിന്നെ ഒരല്പം സിനിമ കാണുന്നതിന് ശ്രദ്ധ, ഒരല്പം ന്യൂസ് കാണുന്നതിന് ശ്രദ്ധ. ഇങ്ങനെ നമുക്ക് ആവശ്യമില്ലാത്ത കുറേ കാര്യങ്ങളിലേക്കാണ് നമ്മൾ ശ്രദ്ധ പോകുന്നത്. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇതൊക്കെയല്ലേ ജീവിതം, ഇതൊക്കെ രസമല്ലേ. അങ്ങനെ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഓക്കെ, നിങ്ങൾ എവിടെയാണോ ആഗ്രഹിക്കുന്നത് അവിടെ തന്നെയാണ് നിങ്ങൾ നിൽക്കുന്നത്. അല്ല, നിങ്ങളുടെ ആഗ്രഹം ജീവിതത്തിൽ വലിയ പുരോഗതിയൊക്കെ നേടണം, സാമ്പത്തികമായിട്ട് വിജയിക്കണം, ഒരു വീടുണ്ടാക്കണം, നല്ലൊരു കാറ് വാങ്ങിക്കണം, ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം, ലോകത്തിൽ കുറേ മനോഹരമായിട്ടുള്ള സ്ഥലങ്ങളുണ്ട്, അവിടേക്കൊന്ന് യാത്ര ചെയ്യണം, ആരോഗ്യം നമുക്കൊന്ന് വർദ്ധിപ്പിച്ച് നല്ല ഫിറ്റായിരിക്കണം, പുതിയ പുതിയ നല്ല അനുഭവങ്ങൾ ജീവിതത്തിൽ നേടണം, കുടുംബത്തിനും ഒക്കെ പുതിയ പുതിയ അവർക്കും ആഹ്ലാദപരമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ അവരെയും കൊണ്ടുപോകണം. ഇങ്ങനെയൊക്കെയുള്ള നല്ല വലിയ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിലേക്കാവണ്ടേ ശ്രദ്ധ. പക്ഷേ ഈ ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ ശ്രദ്ധ അത്തരം കാര്യങ്ങളിലേക്കല്ല. ശ്രദ്ധ പലപ്പോഴും ഈ ലോ വൈബിൽ നിൽക്കുന്ന കാര്യങ്ങളിലേക്കാണ്. അപ്പോൾ നമ്മൾ ബോധപൂർവം നമ്മുടെ ശ്രദ്ധയെ നമുക്ക് എന്ത് ആഗ്രഹങ്ങളാണോ നേടേണ്ടത് അതിലേക്ക് ദിവസവും നമ്മുടെ മനസ്സ് ഫോക്കസ് ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ അതിലേക്കൊക്കെ നമ്മൾ ഫോക്കസ് ചെയ്യുന്ന സമയത്ത് അത്തരം ആഗ്രഹങ്ങൾ നേടുന്നതിനുള്ള സാഹചര്യങ്ങളൊക്കെ നമുക്ക് മുന്നിലൂടെ വരും. അത്തരം അവസരങ്ങൾ നമ്മൾ കാണും. അത്തരം അവസരങ്ങളും സാധ്യതകളും ഓരോ ദിവസവും ചെറിയതോ വലുതോ ആയിട്ടുള്ള രീതിയിൽ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മുടെ ശ്രദ്ധ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫിനാൻഷ്യലി സക്സസ്ഫുൾ ആവണം, പക്ഷേ ഫൈനാൻസിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല. ആരോഗ്യം വേണം, പക്ഷേ ആരോഗ്യമുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന പോലുമില്ല. അങ്ങനെയെങ്കിൽ നമുക്ക് അതൊക്കെ വെറും ആഗ്രഹമായിട്ട് മാറും. എന്നാൽ ദിവസവും നിങ്ങളൊരല്പസമയം ഇതിനെക്കുറിച്ച് ചിന്തിക്കുവാനും ഇതിനെക്കുറിച്ച് എഴുതുവാനും ഫീൽ ചെയ്യുവാനും വിഷ്വലൈസ് ചെയ്യുവാനും ഒക്കെ മാറ്റുമ്പോൾ അതിലേക്കുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് നമ്മളറിയാതെ നമ്മളെ കൊണ്ട് എത്തിക്കുകയും അങ്ങനെ ആ ലക്ഷ്യത്തിലേക്ക് എത്തുവാൻ നമ്മെ സഹായിക്കുകയും ചെയ്യും. അങ്ങനെ നമ്മൾ ലക്ഷ്യം നേടുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ ശ്രദ്ധയെ ഏതിലേക്കാണ് കൊണ്ടുപോകേണ്ടത് എന്ന് നമുക്ക് തീരുമാനിക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഞാൻ എൻ്റെ മുമ്പിലിരിക്കുന്ന ഈ ക്യാമറ, ഇത് എൻ്റെ മുഖത്തേക്ക് വയ്ക്കാം, അല്ലെങ്കിൽ മറ്റൊരു ഭാഗത്തേക്ക് ഫോക്കസ് ചെയ്യാം. അപ്പോൾ എവിടേക്കാണോ ഫോക്കസ് അതേ ഇതിൽ കാണുവാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ, നിങ്ങളുടെ ബോധ മനസ്സിലൊക്കെ നിങ്ങളുടെ ശ്രദ്ധ എന്തിലേക്കാണോ അത്തരം അനുഭവങ്ങൾ തന്നെ നിങ്ങൾക്ക് ഉണ്ടാവുകയുള്ളൂ. നിങ്ങൾക്ക് മനസ്സുകൊണ്ട് ആഗ്രഹമുണ്ട്, പക്ഷേ ആഗ്രഹങ്ങളെക്കുറിച്ച് ഒരു ചിത്രമായിട്ട് നിങ്ങളുടെ മനസ്സിലൊന്ന് കാണൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരിക്കലും ആ ചിത്രം ശരിയായ രീതിയിൽ വ്യക്തമായിട്ട് കാണുവാൻ സാധിക്കില്ല. എന്നാൽ അത് നിരന്തരം നിങ്ങളിങ്ങനെ കണ്ട്, അത്തരം പിക്ചേഴ്സ് കണ്ട് വീണ്ടും വീണ്ടും അതിനെക്കുറിച്ച് ആലോചിച്ച് കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ അതിനെക്കുറിച്ചുള്ള വ്യക്തമായിട്ടുള്ള ചിത്രം മറ്റൊരു തരത്തിലുള്ള ചിന്തകളും വരാതെ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. അങ്ങനെ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുമെങ്കിൽ നിങ്ങളുടെ ലോ ഓഫ് അട്രാക്ഷൻ അഥവാ മാനിഫെസ്റ്റേഷൻ, സബ് കോൺഷ്യസിൻ്റെ പവറൊക്കെ അത് നേടിത്തരുവാൻ നിങ്ങളെ സഹായിക്കും.
അപ്പോൾ അത്രമാത്രം പവർഫുള്ളാണ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ്. അത് മനസ്സിലാക്കാതെ നമ്മൾ ജീവിച്ചു പോകുമ്പോൾ ജീവിതം എപ്പോഴും ദുഃഖവും നിരാശയും ആഗ്രഹങ്ങളൊക്കെ വെറും ആഗ്രഹങ്ങളായി മാറുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ ശ്രദ്ധയുടെ കടിഞ്ഞ നിങ്ങളുടെ കയ്യിലാക്കി മാറ്റുക. നിങ്ങൾക്കറിയാം, വിജയിച്ചിട്ടുള്ള ആളുകളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവരൊരുപാട് സമയം ഇങ്ങനെ ഗോസിപ്പ് പറഞ്ഞിരിക്കാനും കുറേ ന്യൂസ് ചാനലുകളിൽ കാണുവാനും അല്ലെങ്കിൽ കുറേ സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന അടിപിടികൾ കണ്ട് ആസ്വദിക്കുവാനും അവർ സമയം സ്പെൻഡ് ചെയ്യില്ല. അവരുടെ ചിന്തയും ശ്രദ്ധയും ഒക്കെ ജീവിതത്തിൽ പുരോഗതിക്ക് കൊണ്ടുവരേണ്ട കാര്യങ്ങളിലേക്ക് മാത്രമായിരിക്കും. അവരങ്ങനെ പ്രാക്ടീസ് ചെയ്തതാണ്. ഇപ്പോൾ അവർക്ക് പ്രത്യേകിച്ച് എഫേർട്ടൊന്നും വേണ്ട. അവരുടെ ചിന്ത അതിലേക്ക് പോവുകയുള്ളൂ. അവരുടെ അറ്റൻഷനും അവരുടെ ശ്രദ്ധയും ഓപ്പർച്യൂണിറ്റീസും ഒക്കെ അതിലേക്ക് മാത്രമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആഗ്രഹങ്ങൾ വേണം, വ്യക്തമായിട്ട് അത് നമുക്ക് മനസ്സിൽ കാണുവാൻ സാധിക്കണം. അങ്ങനെ നമ്മുടെ ശ്രദ്ധ അതിലേക്ക് തന്നെ കൊടുത്തുകൊണ്ടിരിക്കണം. അത് ഓരോ ദിവസവും ആ ആഗ്രഹങ്ങൾക്ക് എനർജി കൊടുക്കുന്നത് പോലെയാണ്. അപ്പോൾ ആഗ്രഹിക്കുന്നതിൽ തെറ്റില്ല. ആഗ്രഹങ്ങൾ വേണം എന്ന് നമ്മൾ ചിന്തിക്കുന്നതിലും തെറ്റില്ല. പക്ഷേ അതിനുവേണ്ടി നമ്മൾ ഒരല്പ സമയം ഓരോ ദിവസവും അറ്റൻഷൻ കൊടുക്കുവാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ അതാണ് ശ്രദ്ധ എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അത് നമ്മൾ ശരിയായ രീതിയിൽ വിനിയോഗിച്ചു കഴിഞ്ഞാൽ ആഗ്രഹങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കും. ഇനി മറ്റൊന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, അത് നമ്മുടെ വിശ്വാസം. വിശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മളിൽ തന്നെയുള്ള വിശ്വാസം, നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടക്കും എന്നുള്ള വിശ്വാസം. ഈ രണ്ട് വിശ്വാസങ്ങളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സെൽഫ് കോൺഫിഡൻസ് എന്ന് പറയും നമുക്ക് നമ്മളിൽ തന്നെയുള്ള വിശ്വാസത്തെ, ആത്മവിശ്വാസം. സെൽഫ് കോൺഫിഡൻസ് ഇല്ലെങ്കിൽ പല കാര്യങ്ങളും നമ്മൾ ആഗ്രഹിച്ചാലും നടക്കുവാൻ പോകുന്നതല്ല. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്കെല്ലാവർക്കും സെൽഫ് കോൺഫിഡൻസ് ഉള്ളിൽ ഉണ്ട്. ഈ ഭൂമുഖത്ത് ജീവിച്ചിരിക്കുന്ന എല്ലാവർക്കും സെൽഫ് കോൺഫിഡൻസ് ഉണ്ട്. പക്ഷെ പലപ്പോഴും പലതരത്തിലുള്ള ചിന്തകൾ കൊണ്ടും ചില അനുഭവങ്ങൾ കൊണ്ടും ഒക്കെ, ചില വിശ്വാസങ്ങൾ കൊണ്ടൊക്കെ, അതായത് നമുക്ക് ചില അനുഭവങ്ങളിൽ നിന്നും നമുക്ക് ചില ചില വിശ്വാസങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അതായത് എനിക്ക് സാധിക്കില്ല, എനിക്ക് പറ്റില്ല, ഇങ്ങനെയുള്ള ചിന്തകൾ കൊണ്ടും വിശ്വാസങ്ങൾ കൊണ്ടൊക്കെ നിറഞ്ഞതുകൊണ്ട് നമ്മളിലുള്ള ആത്മവിശ്വാസം അവിടെ മൂടിക്കിടക്കുകയാണ്. അപ്പോൾ ആത്മവിശ്വാസം ലഭിക്കുന്നതിന് വേണ്ടി നമ്മൾ വേറെ എവിടെയും പോകേണ്ട ആവശ്യമില്ല. നമ്മുടെ ഉള്ളിലേക്ക് തന്നെ ഒന്ന് ചികഞ്ഞു നോക്കിയാൽ മതി. നമ്മൾക്ക് സംഭവിച്ചിട്ടുള്ള വിജയങ്ങളെക്കുറിച്ച്, നമ്മൾ നേടിയിട്ടുള്ള നേട്ടങ്ങളെക്കുറിച്ച്, നമ്മൾ തരണം ചെയ്തിട്ടുള്ള പ്രതിസന്ധികളെക്കുറിച്ചൊക്കെ ഒന്ന് ഓർത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ വിശ്വാസം മെല്ലെ മെല്ലെ പുറത്തു വരും. അങ്ങനെ ആത്മവിശ്വാസമുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. എപ്പോഴും നല്ല ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോവുക. നിങ്ങളുടെ സംസാരത്തിൽ, നടത്തത്തിൽ ഒക്കെ ആത്മവിശ്വാസം ഉണ്ടാവട്ടെ. ആത്മവിശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ധിക്കാരം അല്ലെങ്കിൽ എല്ലാവരെയും വളരെ സീരിയസ് ആയിട്ട് നോക്കി അങ്ങനെ നടക്കുന്നൊരു കാര്യമല്ല. ബലം പിടിച്ച് നടക്കുന്ന സംഭവമല്ല. ഇത് വളരെ സന്തോഷത്തോടെ നമുക്ക് നമ്മളിൽ തന്നെ ഉള്ള വിശ്വാസം, അതായത് ഈ പ്രപഞ്ചം മുഴുവൻ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന എനർജി അത് എന്നിലുമുണ്ട് എന്ന് നമ്മൾ വിശ്വസിച്ച് കഴിഞ്ഞാൽ, അതായത് നമ്മൾ ആ എനർജിയുടെ ഭാഗമാണ് എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഉള്ളിൽ നിന്നും അറിഞ്ഞു കഴിഞ്ഞാൽ, പിന്നെ എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും നമുക്ക് അതിനെ ഹാൻഡിൽ ചെയ്യാൻ സാധിക്കും. അതായത് ഏത് സാഹചര്യത്തെയും നമുക്ക് നേരിടുവാൻ, ഹാൻഡിൽ ചെയ്യുവാൻ സാധിക്കും എന്നുള്ളതാണ് ആത്മവിശ്വാസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷണം. അപ്പോൾ നിങ്ങൾ തന്നെ കഴിഞ്ഞ കാലങ്ങളിൽ എത്രയോ പ്രശ്നങ്ങൾ, സിറ്റുവേഷനൊക്കെ നിങ്ങൾ നേരിട്ട് പോന്നിട്ടുണ്ട്. ഇനിയും അതിന് സാധിക്കുകയും ചെയ്യും. ആ ഒരു വിശ്വാസം നമ്മൾ വെച്ച് പുലർത്തുക. കാരണം അതാണ് യാഥാർത്ഥ്യം. ദാറ്റ് ഈസ് എ റിയാലിറ്റി. ഓക്കെ. അപ്പോൾ നമ്മളിൽ തന്നെയുള്ള വിശ്വാസം, ആത്മവിശ്വാസം വളരെ പ്രധാനപ്പെട്ടതാണ്. ആത്മവിശ്വാസത്തോടുകൂടെ നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോൾ അത് വിജയത്തിലേക്ക് എത്തും. ഇനി അഥവാ വിജയത്തിലേക്ക് എത്താൻ എന്തെങ്കിലും പ്രതിസന്ധി നമ്മൾ നേരിടുകയാണെങ്കിൽ അതിനെ തരണം ചെയ്യുവാനും നമുക്ക് സാധിക്കും. അപ്പോൾ നിങ്ങൾ ലക്ഷ്യം വെച്ച്, നിങ്ങൾ ആഗ്രഹങ്ങളോ ഒക്കെ വെച്ച് മനസ്സിലൊക്കെ വിഷ്വലൈസ് ചെയ്ത് പോസിറ്റീവ് മൈൻഡ് സെറ്റൊക്കെ സൂക്ഷിച്ച് മുന്നോട്ട് പോകുമ്പോൾ പ്രതിസന്ധികൾ കുറവായിരിക്കും. അങ്ങനെ പ്രതിസന്ധികൾ വന്നാലും അതിനെ നേരിടുവാനുള്ള എനർജി, ആ ഒരു മൈൻഡ് സെറ്റ് നമുക്കുണ്ടാവും. സാധാരണഗതിയിൽ ആളുകൾ ചിന്തിക്കുന്നത് ഒരു പ്രതിസന്ധി വന്നു കഴിഞ്ഞാൽ അപ്പോൾ ചിന്തിക്കും
ഓഹ്! അപ്പോൾ ദേഷ്യം വരുന്നു, അപ്പോൾ നിരാശ വരുന്നു. അവൻ കാരണമാണ്, അവൾ കാരണമാണ്. എന്തിനാ ഇങ്ങനെ ശ്രമിക്കേണ്ടതില്ല. ആകെ അബദ്ധമായിപ്പോയി. വെറുതെ എന്തിന് ഞാൻ ഇതിന് ശ്രമിച്ചത്? വിഡ്ഢിത്തായിപ്പോയി. എന്നൊക്കെ ഇങ്ങനെയാണ് എന്നുള്ള ചിന്തകളൊക്കെയാണ് വരുന്നത്. അതിന് പകരം ഓക്കെ ഇങ്ങനൊരു സിറ്റുവേഷൻ വന്നു. ഞാൻ വളരെ ശാന്തമായിട്ട് ഇതിനെ നേരിടാൻ പോവുകയാണ്. ബോധപൂർവം ഞാനിതിനെ നേരിടാൻ പോവുകയാണ് എന്ന് നമ്മളൊരു ഉറച്ച തീരുമാനം മനസ്സിലേക്ക് ബോധപൂർവം കൊടുത്ത് അവെയർനെസ്സോടു കൂടെ ചെയ്യുമ്പോൾ നമുക്കതിനെ ഹാൻഡിൽ ചെയ്യുവാൻ സാധിക്കും. നമുക്കതിന് സൊല്യൂഷൻ കണ്ടെത്തുവാൻ സാധിക്കും. അപ്പോൾ ആത്മവിശ്വാസം നിങ്ങൾക്കുണ്ട്. അത് നിങ്ങൾ പുറത്തെടുക്കുക. അത് നിങ്ങൾ തിരിച്ചറിയുക. ചില ചെറിയ ചെറിയ ചലഞ്ചസൊക്കെ എടുത്തു നോക്കുക. അങ്ങനെ മുന്നോട്ട് പോവുക. നിങ്ങളുടെ ആത്മവിശ്വാസം പതിന്മടങ്ങ് വർദ്ധിക്കുന്നതായിരിക്കും. അങ്ങനെ ആത്മവിശ്വാസമുള്ള വ്യക്തികൾ അവർ ജീവിതത്തിൽ വലിയ വിജയങ്ങൾ നേടും. നമുക്ക് തന്നെ നിരീക്ഷിച്ചാൽ അറിയാൻ സാധിക്കും. വിജയിക്കുന്ന ആളുകളൊക്കെ അവർക്ക് നല്ല ആത്മവിശ്വാസം ഉണ്ടാവും. അത് പ്രത്യേകിച്ച് വലിയ കഴിവുകളോ അല്ലെങ്കിൽ നിങ്ങളെക്കാട്ടും സ്മാർട്ടോ ആയിക്കൊള്ളണമെന്നില്ല. പക്ഷെ പുള്ളിക്ക് ഈ വലിയ ആത്മവിശ്വാസമുണ്ട്. ഇതെങ്ങനെ കിട്ടി? ഇത് കിട്ടിയത് ഇങ്ങനെ തന്നെ ചലഞ്ചസ് എടുക്കുന്നു, തോൽക്കുന്നു, പിന്നെ വീണ്ടും അവർ ആ പ്രതിസന്ധിയെ സൊല്യൂഷൻ കണ്ടെത്തുന്നു, മുന്നോട്ട് പോകുന്നു. അടുത്ത ചലഞ്ച് എടുക്കുന്നു, പ്രതിസന്ധി വരുന്നു, അതിനെ സോൾവ് ചെയ്യുന്നു, മുന്നോട്ട് പോകുന്നു. അങ്ങനെയാണ്. അപ്പോൾ അതിനുള്ള ഒരു ധൈര്യം നമ്മൾ കാണിച്ചാൽ മതി. നമുക്ക് ഉള്ളിൽ ഭയമുണ്ടെങ്കിലും നമ്മളതിനെ കൈകാര്യം ചെയ്യും എന്നുള്ള തീരുമാനത്തോടു കൂടെ മുന്നോട്ട് പോവുക. ഫീൽ ദ ഫിയർ ആൻഡ് ഡു ഇറ്റ് എനിവേ. അപ്പോൾ ഈ ആത്മവിശ്വാസം, ധൈര്യമുള്ള ആളുകൾക്ക് ഭയമില്ല എന്നുള്ളതല്ല. ഭയമുണ്ട്. ഭയമുണ്ടെങ്കിൽ കൂടിയിട്ടും അവർ ആക്ഷൻ എടുത്ത്, ആക്ഷൻ എടുത്ത്, ആക്ഷൻ എടുത്ത് അവരുടെ മെൻ്റൽ സ്ട്രെങ്ത്ത്, അവരുടെ കോൺഫിഡൻസ്, അവരുടെ ധൈര്യം ഒക്കെ വർദ്ധിപ്പിക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ലോ ഓഫ് അട്രാക്ഷൻ വളരെ ഈസി ആയിട്ട് വർക്ക് ചെയ്യും. കാരണം നിങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞു. ഞാനത് ചെയ്യും. അങ്ങനെ നിങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിനുള്ള അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ അവിടെ വന്നിരിക്കും. മറിച്ച് നിങ്ങൾക്ക് ആത്മവിശ്വാസം കുറവാണ്. ആ ഇതിപ്പോൾ നടക്കുമോ? ഇതിപ്പോൾ നടന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ആളുകളൊക്കെ എന്ത് പറയും? ഇങ്ങനെ ആവുമ്പോൾ അത് സംശയമാണ്. അവിടെ ആത്മവിശ്വാസമല്ല. അപ്പോൾ ഒരിക്കലും അത് നടക്കുവാൻ പോകുന്നതല്ല. അപ്പോൾ ആത്മവിശ്വാസം നമുക്കുണ്ടാകുന്നത് പ്രവർത്തനത്തിലൂടെയാണ്. ആക്ഷൻ എടുക്കുന്നതിലൂടെയാണ്. അങ്ങനെ ആക്ഷൻ എടുത്ത് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ അതിനെ തരണം ചെയ്ത് അല്ലെങ്കിൽ അതിലൂടെ പോകുമ്പോൾ അതിൽ ഉണ്ടാകുന്ന ആ ഒരു ഡിസ്കംഫേർട്ട് അതിലൂടെയൊക്കെ കടന്നു പോകുമ്പോഴാണ് നമ്മൾ ധൈര്യത്തോടു കൂടെ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ആത്മവിശ്വാസം വളരെ അത്യാവശ്യമാണ് നമ്മുടെ മാനിഫെസ്റ്റേഷൻ വർക്ക് ചെയ്യുന്നതിന്. അപ്പോൾ അതിനർത്ഥം നമുക്ക് ഒരു തരത്തിലുള്ള ഭയമോ അല്ലെങ്കിൽ ഏഹ്, അത്തരത്തിലുള്ള ചിന്തകളൊന്നും പാടില്ല എന്നല്ല. അത്തരം ചിന്തകൾ ഉണ്ടെങ്കിൽ കൂടിയിട്ടും നമ്മൾ മുന്നോട്ട് പോകാൻ തീരുമാനിക്കുക. അതിനാണ് ആത്മവിശ്വാസം എന്ന് പറയുന്നത്. ഫിയർ ഉണ്ടെങ്കിൽ കൂടിയിട്ടും മുന്നോട്ട് പോവുക. സംശയങ്ങളുണ്ടെങ്കിൽ കൂടിയിട്ടും മുന്നോട്ട് പോവുക. അപ്പോൾ ആ സംശയങ്ങളൊക്കെ നമുക്ക് മാറി വരും. അത്തരം സംശയങ്ങളൊക്കെ വരുന്ന സമയത്ത് നമ്മളതിനെ മനസ്സുകൊണ്ട് അവോയ്ഡ് ചെയ്യുക, റിലീസ് ചെയ്യുക. ഇത് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് നേടിയെടുക്കുവാൻ സാധിക്കും. പിന്നെ നമ്മൾ പറഞ്ഞു വിശ്വാസം. ഈ വിശ്വാസം എന്നുള്ളത് അതായത് ഈ കാര്യങ്ങൾ നടക്കും. ഈ പ്രപഞ്ചശക്തി, യൂണിവേഴ്സ് എനിക്ക് ശരിയായ സമയത്ത് എൻ്റെ റിസൾട്ടുകൾ, എൻ്റെ ആഗ്രഹങ്ങൾ സഫലീകരിച്ചു തരും. ഞാൻ അതിനു വേണ്ടി ശ്രമിക്കുകയാണ്. അപ്പോൾ എനിക്ക് അതിൻ്റെ റിസൾട്ട് ലഭിക്കും എന്നുള്ള ഒരു വിശ്വാസം നമുക്ക് അത്യാവശ്യമാണ്. നമുക്കറിയാം ഈ യൂണിവേഴ്സ് ഇങ്ങനെ റൺ ചെയ്തു പോകുന്നതിൻ്റെ പിറകിൽ ഒരു എനർജിയുണ്ട്. അതിനെ ചിലപ്പോൾ നമ്മൾ പല പേരുകളിലും നമ്മൾ അതിനെ വിളിക്കും. നമുക്ക് ഇത് യൂണിവേഴ്സ് എന്ന് വേണമെങ്കിൽ പറയാം, പ്രപഞ്ചശക്തി എന്ന് പറയാം. ഓക്കെ, ആ ഒരു എനർജിയുണ്ട്. അപ്പോൾ അത് അതിനെ പരിപൂർണമായിട്ട് നമുക്ക് വിശ്വസിക്കാം. നമ്മളുടെ ഉള്ളിലുള്ള അലൈൻമെൻറ്റ് കറക്റ്റാണെങ്കിൽ, നമ്മൾ ചെയ്യുന്ന പ്രവർത്തികൾ കറക്റ്റാണ്, നമ്മുടെ ചിന്തകൾ ഉള്ളിലുള്ള ചിന്തകളൊക്കെ കറക്റ്റാണ്, നമ്മുടെ ശ്രദ്ധ കറക്റ്റാണ്. അങ്ങനെ നമ്മൾ അതിനു വേണ്ടി ആക്ഷൻ എടുക്കുകയാണെങ്കിൽ ആ പ്രപഞ്ചശക്തി അത് നമുക്ക് കൊണ്ടുതരും. മറിച്ച് നമ്മൾ എപ്പോഴും നെഗറ്റീവാണ്, പക്ഷേ ശ്രമിക്കുന്നു. നമ്മുടെ ശ്രദ്ധ അവിടെയും ഇവിടെയൊക്കെയാണ്. പക്ഷേ നമുക്ക് ഗോളുണ്ട്. നമുക്ക് ആത്മവിശ്വാസമുണ്ട്. പക്ഷേ എന്നാൽ ഇത് വർക്ക് ചെയ്യോ ഇല്ലേ എന്ന ഡൗട്ടും അതിൻ്റെ കൂടെയുണ്ട്. അങ്ങനെയാണെങ്കിൽ കാര്യങ്ങൾ വർക്ക് ചെയ്യില്ല. അപ്പോൾ നമ്മൾ മറ്റുള്ള ആളുകളെ കുറ്റം പറയും, നമ്മളെ തന്നെ കുറ്റം പറയും, പ്രപഞ്ചശക്തിയെയും കുറ്റം പറയും. പക്ഷേ റൂൾ ഓഫ് ദ യൂണിവേഴ്സ് ഈസ് നോട്ട് ലൈക്ക് ദാറ്റ്. ഈ യൂണിവേഴ്സിൻ്റെ നിയമം അത്തരത്തിലല്ല. അത് നമ്മുടെ പോസിറ്റീവായിട്ടുള്ള മൈൻഡ് സെറ്റ്, നമ്മുടെ അറ്റൻഷൻ, ശ്രദ്ധ, നമ്മളുടെ വിശ്വാസം ഇതിനൊക്കെ കണക്ട് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് പ്രായോഗികമായിട്ട് നിങ്ങൾക്ക് ശ്രമിച്ചു നോക്കാം. ആളുകളുടെ വിജയമാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. ആളുകൾ പ്രയോഗിച്ച് വിജയം കണ്ടെത്തുന്ന കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്കും ഇതൊക്കെ പരീക്ഷിച്ച് നോക്കാം. നിങ്ങൾ തന്നെ ഒന്ന് ആത്മപരിശോധന നടത്തി നോക്കൂ.
ഞാൻ എൻ്റെ ആഗ്രഹങ്ങളൊക്കെ വെച്ച് ഞാൻ അതിനു വേണ്ടി പ്രവർത്തിച്ചിരുന്നു. അതിന് ഞാൻ എപ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിക്കുവാൻ ശ്രമിച്ചിരുന്നു. അതിലേക്കായിരുന്നു എൻ്റെ ശ്രദ്ധ. അത് മറ്റുള്ള കാര്യങ്ങളിലേക്കായിരുന്നു. എനിക്ക് ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. വിശ്വാസത്തോടെയാണ് ഞാൻ കാര്യങ്ങൾ ചെയ്തത്. ഉത്തരം എല്ലാത്തിനും നോ, നോ, നോ എന്നായിരിക്കും. നിങ്ങൾ ആക്ഷൻ എടുത്തിട്ടുണ്ടാവും. പക്ഷേ നിങ്ങൾ ഉള്ളിൽ നടത്തേണ്ടുന്ന മാറ്റങ്ങൾ നിങ്ങൾ നടത്തിയിട്ടില്ല എന്നുള്ളതല്ലേ യാഥാർത്ഥ്യം. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഇനി നമ്മുടെ ഏറ്റവും വലിയ ഒരു ബ്ലോക്ക് എന്ന് പറയുന്നത്, നമ്മളുടെ ബ്ലോക്ക് അത് സംശയങ്ങളാണ്. ഇത് നടക്കുമോ? ഈ കാര്യങ്ങൾ നടക്കുമോ? ഇങ്ങനെ ചെയ്താൽ അത് ശരിയാവുമോ? അങ്ങനെ ചിന്തിക്കുന്ന സംശയങ്ങൾ. അത് നമ്മുടെ മനസ്സിൽ നിന്നും പലപ്പോഴായിട്ട് നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളതാണ്. അത് ചിലപ്പോൾ നിങ്ങൾക്ക് ശ്രമിച്ചിട്ട് പരാജയപ്പെട്ടിട്ടുണ്ടാവാം പല കാര്യങ്ങളും. അതിൽ നിന്നും വന്നതായിരിക്കുന്ന സംശയങ്ങളായിരിക്കാം. അല്ലെങ്കിൽ മറ്റുള്ള ആളുകൾ ശ്രമിച്ചിട്ട് പരാജയപ്പെട്ട് അത് കണ്ടിട്ടുള്ള സംശയങ്ങളായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ ഈ സംശയത്തിലൊരു എൻജോയ്മെൻറ്റ് കണ്ടെത്തുന്ന ഒരു വ്യക്തിയായിരിക്കാം. ഓക്കെ. അങ്ങനെ നിങ്ങൾ സംശയങ്ങൾ നിങ്ങളുടെ ഒരു ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി മാറി, ഒരു ശീലമായി മാറി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്ത് ശ്രമിക്കുമ്പോഴും സംശയം വരും. ഇത് നടക്കുമോ? നടക്കില്ലേ? ഇത് ശരിയാവോ? ശരിയാവില്ലേ? ഇങ്ങനെയുള്ള ഒരു ചിന്തയിൽ ഒരു ഏഹ്, എന്താ പറയുക, ഒരു മനസ്സ് ഫോക്കസ് ചെയ്യാതെ ചഞ്ചലമായിരിക്കുന്ന ഒരു അവസ്ഥയിലായിരിക്കും നിങ്ങൾ ആ ശ്രമിക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ടും പരാജയം സുനിശ്ചിതം. അപ്പോൾ നിങ്ങളൊരു കാര്യം ഏറ്റെടുത്ത് കഴിഞ്ഞാൽ സംശയമില്ലാതെ അതിലൂടെ പോവുക. തീരുമാനമെടുത്ത് പോവുക. ഇപ്പോൾ പലപ്പോഴും നമ്മളെ കോഴ്സിലേക്കൊക്കെ വരുന്ന ആളുകൾ, കോഴ്സുകൾ പെയ്ഡ് കോഴ്സിലേക്കൊക്കെ വരുമ്പോൾ ചിലർ ചോദിക്കാറുണ്ട്, ഇത് ശരിയാവുമോ? ഇത് വർക്കാവുമോ? ഞാൻ പലതും ശ്രമിച്ചു നടക്കുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യൂ. നിങ്ങൾക്കങ്ങനെ സംശയമുണ്ടെങ്കിൽ നിങ്ങൾ തൽക്കാലം പങ്കെടുക്കാതിരിക്കുക. പിന്നീടുള്ള കോഴ്സിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. പക്ഷേ പിന്നീട് അവരുടെ സംശയം മാറുന്നതല്ല. ഓക്കെ, നടക്കുമോ? നടക്കില്ല. അപ്പോൾ അത്തരം സംശയങ്ങൾ മാറ്റിവെച്ച് നിങ്ങൾ തീരുമാനിച്ച് മുന്നിട്ടിറങ്ങുക. അങ്ങനെ തീരുമാനിച്ച് മുന്നിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ വിജയം 100% സുനിശ്ചിതമാണ്. നിങ്ങൾ തന്നെ നിങ്ങളുടെ ജീവിതത്തെ ഒന്ന് നിരീക്ഷിച്ചാൽ മതി. സംശയത്തോടെ നിങ്ങൾ എന്ത് കാര്യം ചെയ്തിട്ടുണ്ടോ, അതൊന്നും പരിപൂർണമായിട്ട് സക്സസ്ഫുൾ ആയിട്ടുണ്ടാവില്ല. അതുപോലെ സംശയമില്ലാതെ, സംശയത്തിന് ഇട കൊടുക്കാതെ നിങ്ങൾ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ കാര്യങ്ങൾ നടന്നിട്ടുണ്ടാവും. ഇപ്പോൾ പെട്ടെന്നൊരു എമർജൻസി വന്നു. പെട്ടെന്നൊരു എമർജൻസി വന്നു, അത്യാവശ്യമായിട്ട് ഒരു കാര്യങ്ങൾ ചെയ്യണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യമായിട്ട് കുറച്ച് പൈസ വേണം. എമർജൻസിയാണ്. ആ സമയത്ത് നമ്മൾ മറ്റൊന്നും ചിന്തിക്കാറില്ല. നമ്മൾ എങ്ങനെയാണോ പൈസ ഉണ്ടാക്കുന്നത്, അതിന് ആളുകളെ വിളിക്കണമോ, നമ്മുടെ സുഹൃത്തുക്കളെ കോൺടാക്റ്റ് ചെയ്യണമോ, ഇതൊക്കെ നമ്മൾ പെട്ടെന്ന് മനസ്സിലേക്ക് വരികയും നമ്മൾ അതിന് വേണ്ട അറേഞ്ച്മെൻറ്റ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ നമ്മളവിടെ അവരെന്താ വിചാരിക്കുക, ഇവരെന്താ വിചാരിക്കുക, മോശമാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ചിന്തിക്കില്ല. എമർജൻസി വന്നു കഴിഞ്ഞാൽ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് വർക്ക് ചെയ്യും. അപ്പോൾ ഇവിടെ നമ്മൾ സംഭവിക്കുന്നത്, നമ്മുടെ ആഗ്രഹമുണ്ട്, പക്ഷേ അതിൻ്റെ ഇടയിൽ കുറേ സംശയങ്ങൾ വരുമ്പോൾ അത് നടക്കാതെ പോകും. ഇപ്പോൾ നിങ്ങളും നിങ്ങളുടെ ആഗ്രഹങ്ങളും ഇതിൻ്റെ ഇടയിൽ വരുന്ന ഗ്യാപ്പ്, ഈ ഗ്യാപ്പിലൂടെ നിങ്ങൾ കുറേ സംശയങ്ങളും കുറേ നെഗറ്റീവ് ചിന്തകളും കുത്തി നിറയ്ക്കുകയാണെങ്കിൽ ആ ആഗ്രഹങ്ങൾ നടക്കുവാൻ പോകുന്നതല്ല. ഇനി നടക്കുകയാണെങ്കിൽ തന്നെ ഒരുപാട് സമയമെടുത്തിട്ടായിരിക്കും നടക്കുക. നേരെ മറിച്ച് ഈ ഗ്യാപ്പിൻ്റെ ഇടയിലുള്ള സമയം നിങ്ങൾ ഇത്തരത്തിലുള്ള സംശയങ്ങളില്ലാതിരിക്കുകയും പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ കൊണ്ട് നിറയ്ക്കുകയാണെങ്കിൽ നമ്മുടെ ആ ലക്ഷ്യത്തെ ഈ പോസിറ്റീവ് ചിന്തകൾ വലിച്ച് നമ്മുടെ അടുത്തേക്ക് കൊണ്ടുവരും. നിങ്ങൾക്ക് തന്നെ അനുഭവം ഉണ്ടാവും, അല്ലേ? അപ്പോൾ അതുകൊണ്ട് സംശയങ്ങളെ മനസ്സിൽ നിന്ന് മാറ്റുക. സംശയങ്ങൾ നമുക്ക് വലിയ വിനയാണ്. ഡൗട്ട്സ് ആർ ട്രേറ്റേഴ്സ്. അതിനർത്ഥം നമ്മൾ ഒരു കാര്യത്തെക്കുറിച്ച് വിശകലനം ചെയ്യേണ്ട, ചിന്തിക്കേണ്ട എന്നുള്ളതല്ല. സംശയമെന്ന് പറഞ്ഞാൽ വിശകലനമല്ല. അത് നമ്മുടെ അറിയാതെ നമ്മുടെ മനസ്സിലേക്ക്, അയ്യോ അത് ചെയ്താൽ ശരിയാവോ, ഇത് ചെയ്താൽ ശരിയാവോ, അത് വേണോ, ഇത് വേണോ, ഇങ്ങനെയുള്ള ചിന്തകളാണ്. അപ്പോൾ സംശയം നമുക്ക് വലിയൊരു ശത്രുവാണ്, മാനിഫെസ്റ്റേഷൻ. അപ്പോൾ നിങ്ങൾക്ക് ജീവിതത്തിൽ കാര്യങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സംശയങ്ങളെ മാറ്റി അവിടെ ഒരു ഉറപ്പോടുകൂടെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ഇപ്പോൾ പല ടെക്നിക്സുകളും ഒക്കെ ഉണ്ടല്ലോ. ഏത് ടെക്നിക്സും വർക്ക് ചെയ്യും. പക്ഷേ അതിന് നമ്മുടെ മനസ്സ് ആദ്യം ക്ലിയർ ചെയ്ത് വെക്കേണ്ടതുണ്ട്. ഈ മനസ്സ് ക്ലിയർ അല്ലെങ്കിൽ കാര്യങ്ങൾ വർക്ക് ചെയ്യില്ല. അപ്പോൾ അതിനാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നത്. പോസിറ്റീവായിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ് സൂക്ഷിക്കുക. എപ്പോഴും ഒരു പുഞ്ചിരിക്കുന്ന മുഖം നിങ്ങൾക്ക് തന്നെ നിങ്ങൾ നൽകുക. ഇനിയിപ്പോൾ പുറത്ത് നിങ്ങൾക്ക് എല്ലാവരോടും പുഞ്ചിരിക്കാൻ ബുദ്ധിമുട്ടൊക്കെ ആണെങ്കിൽ നിങ്ങളുടെ മനസ്സിലൊന്ന് പുഞ്ചിരിക്കുക. നിങ്ങളൊരു സന്തോഷത്തോടെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടെത്തുക. ഒരു പാട്ടൊക്കെ പാടുക. അതുപോലെ കുറച്ചൊക്കെ ഡാൻസ് ചെയ്യുക, മ്യൂസിക് കേൾക്കുക. ഇതൊക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. നമ്മുടെ ആ വൈബ്രേഷൻ ഉയർത്തുന്നതിന് വേണ്ടിയിട്ട്. അതായത് നമുക്കും മറ്റുള്ള ആളുകൾക്കും ഉപദ്രവമാകാത്ത രീതിയിൽ നമുക്ക് ആ ഒരു ഹാപ്പിനെസ് സ്റ്റേറ്റിൽ എപ്പോഴും നിലനിൽക്കുവാൻ ശ്രമിക്കാം. പോസിറ്റീവായിട്ടുള്ള ആ ഒരു സ്റ്റേറ്റിൽ എപ്പോഴും നിലനിൽക്കുവാൻ ശ്രമിക്കാം. അങ്ങനെ നിലനിൽക്കുമ്പോഴാണ് നമുക്ക് ഇത്തരമുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ആകർഷിക്കുന്നത്. ഇപ്പോൾ വ്യക്തികൾക്ക് തന്നെ ആലോചിച്ച് നോക്കൂ. നിങ്ങളുടെ ഉള്ളിൽ എപ്പോഴും ആ ഒരു പോസിറ്റിവിറ്റി, ഹാപ്പിനെസ് ഉണ്ടെങ്കിൽ
അത്തരം ആളുകളെ നിങ്ങൾ വളരെ ഈസി ആയിട്ട് ആകർഷിക്കും. നിങ്ങൾക്ക് ആളുകളോട് പോയി സംസാരിക്കുവാൻ സാധിക്കും. നിങ്ങൾക്ക് വളരെ എനർജറ്റിക് ആയിട്ട് ആളുകളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, സംസാരിക്കുവാൻ സാധിക്കും. ആളുകൾ നിങ്ങളുടെ അടുത്തേക്ക് വരും. നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ ചോദിക്കാൻ വരും. ഇങ്ങനെയൊക്കെ സംഭവിക്കും. മറിച്ച് നമ്മളെപ്പോഴും ആ ഒരു ബലം പിടിച്ച മുഖത്തോടെയാണ് ഇരിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ വളരെ സന്തോഷത്തോടെയാണ് ഇരിക്കുന്നതെങ്കിൽ, അത് ആളുകളെ ഒരിക്കലും ആകർഷിക്കില്ല. അതുപോലെ തന്നെയാണ് നമ്മളുടെ ലക്ഷ്യങ്ങൾ. അപ്പോൾ ഇത് നമുക്ക് പലപ്പോഴും സംഭവിച്ചിരിക്കുന്നത് കഴിഞ്ഞ കാലത്തിലുള്ള ചില ദുരനുഭവങ്ങളും പേരുകളൊക്കെ കൊണ്ടായിരിക്കും. അതിനൊന്നും നമ്മൾ നിഷേധിക്കുന്നില്ല. പക്ഷേ അതും പേറി നമ്മൾ നടക്കേണ്ടതുണ്ടോ? കൂടുതൽ ഇത് സംഭവിക്കുന്നത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ഇത് പരിപൂർണമായിട്ട് ഉൾക്കൊണ്ട് ലോകത്തിൽ മൊത്തം പ്രശ്നമാണ്, അല്ലെങ്കിൽ എല്ലാം പ്രശ്നമാണ്. അതുകൊണ്ട് ഞാൻ ഇങ്ങനത്തെ ഒരു മുഖഭാവവും ചിന്തയുമായി നടക്കണം. അതിൽ എനിക്കൊരു രസം കണ്ടെത്തുന്നു എന്ന് നമ്മളറിയാതെ നമ്മുടെ മനസ്സ് ചിന്തിച്ചുകൊണ്ടാണ് ഇങ്ങനെ നമ്മൾ നടക്കുന്നത്. അതൊക്കെ നമ്മൾ മാറ്റിയെടുക്കുക. ഇപ്പോൾ നമ്മളൊരു ശീലം തന്നെ പല പ്രാവശ്യം ആവർത്തിച്ച് ചെയ്തു കഴിഞ്ഞാൽ അത് നമ്മുടെ ഒരു ഹാബിറ്റായിട്ട് മാറുകയും പിന്നീട് അത് നമ്മുടെ ക്യാരക്ടറായിട്ട് മാറുകയും ചെയ്യുന്നു. അപ്പോൾ നമ്മളെപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുക, നല്ല ഉണർവോടെ ഊർജ്ജസ്വലതയോടെ ഇരിക്കുക, കാര്യങ്ങൾ എപ്പോഴും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. ഇങ്ങനെയൊക്കെ ആകുമ്പോൾ അത് നമ്മുടെ സ്വഭാവത്തിൻ്റെ ഭാഗമായിട്ട് മാറുകയും നമ്മളെപ്പോഴും വളരെ പോസിറ്റീവ് ഹാപ്പി ആയിട്ട് നടക്കുന്ന ഒരു വ്യക്തിയായിട്ട് മാറുകയും ചെയ്യും. എന്നാൽ നമ്മൾ വീട്ടിൽ വെറുതെ ഇരിക്കുന്നു, കുറേ അനാവശ്യ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നു, നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നു. ഇങ്ങനെ നമ്മൾ ചിന്തിച്ച് കൂട്ടി അങ്ങനെ അതൊരു ശീലമായിട്ട് മാറുമ്പോൾ എന്ത് സംഭവിക്കും? നമുക്ക് അത്തരത്തിലുള്ള ഒരു സ്വഭാവമായിട്ട് മാറുകയും അങ്ങനെ എല്ലാ ദിവസവും നമ്മൾ ആ സ്വഭാവത്തിൽ ഒരു സുഖം നമ്മളറിയാതെ കണ്ടെത്തുകയും അത്തരം ചിന്തകളും അങ്ങനെ നമ്മൾ വളരെ ഒരു മൂടിയായിട്ട് മാറുകയും ചെയ്യും. അതുകൊണ്ട് നമുക്കും ലോകത്തിനും ഒരു പ്രയോജനമില്ല. എന്നാൽ ആ ക്യാരക്ടർ നമുക്ക് മാറ്റിയെടുക്കാം. നമുക്ക് പ്ലസൻ്റ് ആയിരിക്കാം. നമുക്ക് എനർജറ്റിക് ആയിട്ടിരിക്കാം. ഇതിനൊക്കെ നമുക്ക് സാധിക്കും. നമ്മുടെ ബ്രെയിനിന് ഒരു കപ്പാസിറ്റി ഉണ്ട്, ന്യൂറോ പ്ലാസ്റ്റിസിറ്റി. അതായത് നമ്മുടെ ബ്രെയിനിനെ നമ്മുടെ ചിന്തകൾ കൊണ്ട് നമുക്ക് മാറ്റിയെടുക്കുവാൻ സാധിക്കും. അങ്ങനെ മാറ്റിയെടുത്ത് വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു എനർജറ്റിക് പോസിറ്റീവായിട്ടുള്ള മൂഡിലേക്ക് നമ്മൾ മാറിക്കഴിഞ്ഞാൽ, പോസിറ്റീവ് മോഡിലേക്ക് നമ്മൾ മാറിക്കഴിഞ്ഞാൽ അത്തരം കാര്യങ്ങൾ നമ്മളിലേക്ക് വരും. ഇനി ഒന്നും വേണ്ട, നിങ്ങളെ ശരീരത്തിനെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. എപ്പോഴും നിങ്ങൾ ഹാപ്പി ആയിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എല്ലാത്തിനും നല്ല ഉഷാറായിരിക്കും. എന്ത് കാര്യങ്ങൾ ചെയ്യാൻ നിങ്ങൾക്ക് ക്ഷീണമൊന്നും അങ്ങനെ അനുഭവപ്പെടില്ല. നല്ല ഉറക്കം കിട്ടും. നല്ല ശാന്തത അനുഭവപ്പെടും. അപ്പോൾ നമ്മളതിന് ബോധപൂർവം ശ്രമിക്കേണ്ടിയിരിക്കുന്നു. ആ ഒരു പോസിറ്റീവ് വൈബ്രേഷൻ സൂക്ഷിക്കുന്നതിന് വേണ്ടി. അപ്പോൾ ആഗ്രഹങ്ങളുണ്ടായിരിക്കട്ടെ. ആഗ്രഹങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായിരിക്കട്ടെ. നല്ല നല്ല ആഗ്രഹങ്ങളുണ്ടായിരിക്കട്ടെ. ആഹ് അത് ഒക്കെ നിങ്ങൾക്ക് നേടുവാൻ സാധിക്കും. ഈ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ. പോസിറ്റീവായിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്യുക. നിങ്ങളുടെ ശ്രദ്ധ നിങ്ങൾക്ക് ആഗ്രഹമുള്ള കാര്യങ്ങളിലേക്ക് കൊണ്ടുവരിക. അതുപോലെ സെൽഫ് കോൺഫിഡൻസിനെ ഉണർത്തിയെടുക്കുക. സംശയങ്ങൾ മനസ്സിൽ നിന്ന് മാറ്റുക. ഇങ്ങനെ ഒരു വ്യക്തിത്വമായിട്ട് നിങ്ങൾ മാറിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് എന്താണ് സാധിക്കാത്തത്? അപ്പോൾ നമ്മളൊരു പരിശോധന നടക്കുക. സെൽഫ് ഇവാലുവേഷൻ ഒന്ന് നടത്തുക. എവിടേക്കാണ് സംഭവങ്ങൾ ക്ലിയർ ചെയ്യേണ്ടത്? അങ്ങനെ അതിലേക്ക് നിങ്ങൾ ബോധപൂർവ്വം ശ്രമം നടത്തുക. ഇപ്പോൾ ബിയോണ്ട് ലിമിറ്റ്സിൻ്റെ ഞാൻ പറഞ്ഞല്ലോ ക്ലാസ്സുകൾ രാവിലെ മെഡിറ്റേഷനുണ്ട്. പോസിറ്റീവ് മൈൻഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ട മൈൻഡ് സെറ്റ് ക്ലാസ്സുകളൊക്കെ ഉണ്ട്. മൈൻഡ് പവർ ക്ലാസ്സുകളൊക്കെ രാവിലെ ഉണ്ട്. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7 മണിക്ക്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പെയ്ഡ് കോഴ്സ് 10 ദിവസത്തെ മനസ്സിനെ എങ്ങനെ റീപ്രോഗ്രാം ചെയ്യാം, അതിന് വേണ്ട ടെക്നിക്കുകൾ, പ്രാക്ടീസുകളൊക്കെയുള്ള ക്ലാസ്സുകളാണ് ഓരോ ദിവസവും 1 മണിക്കൂർ വീതം നമ്മളത് നടത്തുന്നത്. അപ്പോൾ ഈ വരുന്ന തിങ്കളാഴ്ചയാണ്, അതായത് ജൂലൈ 7-ാം തീയതി ആണ് നമ്മുടെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്, വരുന്ന തിങ്കളാഴ്ച. അപ്പോൾ അതുകൊണ്ട് അത് നിങ്ങളുടെ മാറ്റിയെടുത്ത് വളരെ പോസിറ്റീവായിട്ട് ചിന്തിക്കുന്നതിനും അതുപോലെ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ ശക്തി തിരിച്ചറിയുന്നതിനും നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിനും വളരെ സഹായിക്കുന്ന ഒരു കോഴ്സാണത്. അതിൽ നമ്മൾ ഓരോ ദിവസവും പഠിപ്പിക്കുന്നത് ഇത്തരത്തിലുള്ള വളരെ പവർഫുള്ളായിട്ടുള്ള മനസ്സിനെ മാറ്റുന്നതിന്, നമ്മുടെ ശ്രദ്ധ വർദ്ധിപ്പിക്കുന്നതിന്, ആത്മവിശ്വാസത്തെ തിരിച്ചറിയുന്നതിന് ഇതിനു വേണ്ട ക്ലാസ്സുകളും അതിനുവേണ്ട പ്രാക്ടീസുകളും വളരെ പ്രായോഗികമായി നമ്മൾ ആ ക്ലാസ്സിൽ തന്നെ നടത്തുന്നതായിരിക്കും. അങ്ങനെ ഓരോ ദിവസവും നിങ്ങൾക്ക് അപ്പോൾ തന്നെ അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് അനുഭവപ്പെടും. അപ്പോൾ അതൊക്കെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ പിന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന സമ്പത്ത്, ബന്ധങ്ങൾ, ജീവിത സാഹചര്യങ്ങൾ ഇതൊക്കെ നിങ്ങൾക്ക് ആകർഷിച്ചെടുക്കുവാൻ സാധിക്കും. അപ്പോൾ അതിനൊക്കെ നമ്മൾ ഒന്ന് പ്രയത്നിക്കാൻ, കുറച്ച് സമയം അതിനുവേണ്ടി മാറ്റിവെക്കാൻ നമ്മൾ തയ്യാറാണ്. അപ്പോൾ എത്രയോ സമയവും എത്രയോ പണവും നമ്മൾ വെറുതെ വേസ്റ്റാക്കി കളയുന്നുണ്ട്.
ഓരോ മാസത്തിലും ഒന്ന് ചിന്തിച്ചാൽ അറിയാൻ സാധിക്കും. എന്നാൽ നമ്മുടെ ജീവിതത്തെ ഉയർത്തുന്ന, ജീവിതത്തിൽ പുരോഗതി കൊണ്ടുവരുന്ന കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ സമയം ചെലവഴിക്കുക അല്ലെങ്കിൽ പണം ചെലവഴിക്കുക വളരെ അപൂർവമായിരിക്കും, വളരെ കുറവായിരിക്കും. എന്നാൽ സാമ്പത്തികമായും എല്ലാ തരത്തിലും വിജയിച്ച ആളുകളൊക്കെ അവർ അവരിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യാൻ പണവും സമയവും വിനിയോഗിക്കുന്നു. അതുകൊണ്ട് അവർക്ക് വലിയ വിജയങ്ങൾ നേടുന്നു. അങ്ങനെ അവരുടെ വലിയ വിജയം കണ്ട് നമ്മൾ അന്തം വിട്ട് നോക്കുന്നു. ഓ, ഇവർക്കൊക്കെ ഇതെങ്ങനെ സാധിക്കുന്നു എന്ന്. നമ്മളാണെങ്കിൽ എല്ലാ ദിവസവും കഷ്ടപ്പെടുന്നു, ജോലിക്ക് പോകുന്നു, ഒരു തരത്തിലുള്ള പുരോഗമനമില്ല, ജീവിതം ഇങ്ങനെ പോകുന്നു. പക്ഷെ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ മൈൻഡിനെ നമ്മുടെ മൈൻഡിനെ കെയർ ചെയ്യുകയും മൈൻഡിന് ആവശ്യമുള്ള നല്ല കാര്യങ്ങൾ പ്രോഗ്രാം ചെയ്യുകയും ചെയ്യുകയാണ്. അങ്ങനെ അതിനുവേണ്ടി നമ്മൾ കൂടുതൽ സമയം ചിലവഴിക്കുകയും പിന്നെ നമ്മൾ മറ്റുള്ള കാര്യങ്ങൾക്ക് ചിലവഴിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് വലിയ വിജയമാണ് കാണുന്നത്. അല്ലെങ്കിൽ വലിയ വിജയമാണ് വരാൻ പോകുന്നത്. നമ്മൾ ചെയ്യുന്നത് എന്താണ്? നമ്മൾ ശാരീരികമായിട്ട് വല്ലാതെ ഹാർഡ് വർക്ക് ചെയ്യും, കഠിനമായിട്ട് അധ്വാനിക്കും, പിന്നെ ഈ നെഗറ്റീവ് ചിന്തകൾ. എന്നാൽ കൂടുതൽ സമയം മനസ്സിനെ ശുദ്ധീകരിച്ച് മനസ്സിനെ ശരിയായ രീതിയിൽ പ്രോഗ്രാം ചെയ്യുന്നതിലുള്ള ക്ലാസ്സുകൾ, അത്തരത്തിലുള്ള വർക്ക്ഷോപ്പുകൾ, അത്തരം പുസ്തകങ്ങൾ, അത്തരം കാര്യങ്ങളിലേക്ക് നമ്മൾ കൂടുതൽ സമയം ചിലവഴിക്കുമ്പോൾ പിന്നെ നമ്മൾ ഒരല്പം വർക്കും കൂടെ, ജോലി ചെയ്യേണ്ടതെന്നല്ല, ജോലിയും കൂടെ ചെയ്യുമ്പോൾ, അത് ബിസിനസ്സോ മറ്റോ എന്തോ ആയിക്കോട്ടെ, ചെയ്യുമ്പോൾ നമുക്ക് വലിയ പുരോഗതി പെട്ടെന്ന് തന്നെ അനുഭവപ്പെടും. അപ്പോൾ ഇത്രയും പവർഫുൾ ആയിട്ടുള്ള ഗിഫ്റ്റ് സബ് കോൺഷ്യസ് മൈൻഡ് നമുക്ക് ലഭിച്ചിരിക്കുന്നു. പക്ഷേ അത് നമ്മൾ ശരിയായ രീതിയിൽ ഉപയോഗിക്കുന്നില്ല. ഉപയോഗിക്കുന്നത് കൂടുതലും ഈ നെഗറ്റീവ് ചിന്തകളും അതിലുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ കുടുങ്ങിക്കിടക്കുന്ന ഒരു രീതിയിലാണ്. അപ്പോൾ അത് മാറ്റി നമുക്ക് ഭംഗിയായിട്ട് ജീവിക്കാൻ, നമ്മൾ അർഹിക്കുന്ന രീതിയിൽ ജീവിക്കുവാനുള്ള എല്ലാ സാഹചര്യങ്ങളും നമുക്കുണ്ട്. നമുക്ക് ആഗ്രഹിക്കാൻ സാധിക്കും. നമുക്ക് ആഗ്രഹങ്ങൾ നിറവേറ്റുവാൻ സാധിക്കും. അപ്പോൾ പിന്നെ എന്തിന് നമ്മളിങ്ങനെ മടിച്ചു നിൽക്കുന്നു? അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, ഇത്തരത്തിലുള്ള ക്ലാസ്സുകളൊക്കെ നിങ്ങൾ ശരിക്കും മനസ്സിലാക്കി നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ മാറ്റിയെടുക്കുക. ജീവിതത്തിൽ വലിയ പുരോഗതി നമുക്ക് അനുഭവപ്പെടും. പിറകിലോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ഇത്ര കാലം എത്രയായി, എന്തൊക്കെ സംഭവിച്ചു, അതായിക്കൊള്ളട്ടെ. ഇനി സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ അതൊക്കെ നിങ്ങൾക്ക് അനുകൂലമുള്ള രീതിയിൽ അത്ഭുതകരമായിട്ടുള്ള മാറ്റങ്ങളൊക്കെ ആയിരിക്കണം. അത് നിങ്ങൾ മാറുവാൻ തയ്യാറാവണം. മാറ്റത്തിന് നമ്മൾ തയ്യാറല്ലെങ്കിൽ ഇതേ രീതിയിലുള്ള കാര്യങ്ങൾ തുടർന്നു പോകും. പല ആളുകളുടെയും ചിന്താഗതി ഇപ്പോഴുള്ള ചിന്തകളും പ്രവർത്തികളും ചെയ്തുകൊണ്ടേയിരിക്കുക. വ്യത്യസ്തമായിട്ട് ഒരു റിസൾട്ട് എനിക്ക് ലഭിക്കണം. അതൊരിക്കലും നടക്കാൻ പോകുന്നതല്ല. വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ വ്യത്യസ്തമായിട്ടുള്ള റിസൾട്ടുകൾ വരികയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന റിസൾട്ടുകളേക്കാൾ വലിയ റിസൾട്ടുകൾ വരണമെന്നുണ്ടെങ്കിൽ, വലിയ നേട്ടങ്ങൾ വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ചുള്ള പ്രവർത്തികൾ ചെയ്തുകൊണ്ടിരിക്കണം. അതിന് നിങ്ങൾ ഒരല്പം ധൈര്യം കാണിക്കണം. അങ്ങനെ ധൈര്യം കാണിക്കുമ്പോൾ ജീവിതം വലിയൊരു ആഘോഷമായിട്ട് മാറും. ജീവിതം വളരെ മനോഹരമായിട്ടുള്ള ഒരു അനുഭവമായിട്ട് നിങ്ങൾക്ക് മാറും. അത് നിങ്ങളുടെ മനസ്സുകൊണ്ട് നിങ്ങൾക്ക് സൃഷ്ടിക്കുവാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അതിനു വേണ്ട കാര്യങ്ങൾ ചെയ്യുവാൻ തീരുമാനിക്കുക, മുന്നിട്ടിറങ്ങുക. താങ്ക് യു.